ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് മേക്കപ്പ് ടിപ്സും ആയിട്ടാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം നമുക്ക് നന്നായിട്ട് ഒരുങ്ങി ഒക്കെ പോകാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷേ ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത് തന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മേക്കപ്പ് ചേരില്ല, ഞാൻ എങ്ങനെ ചെയ്താലും ഓവറായിട്ട് തോന്നും എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മേക്കപ്പ് ചെയ്താൽ ചേരും, എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ പറ്റും. ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ബിഗിനേഴ്സിനുള്ള കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുമ്പം ഈ ഓവറായിട്ട് തോന്നാൻ കാരണം ബേസിക്കലി അതൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു പാർട്ടാണ്. അപ്പം അതിൽ ഹൗ ടു അപ്ലൈ ഫൗണ്ടേഷൻ പ്രോപ്പർലി, ഫൗണ്ടേഷൻ ഇടുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാം, പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ ശ്രദ്ധിച്ചാലേ നമുക്ക് പ്രോപ്പർലി വളരെ നാച്ചുറൽ ലുക്കായിട്ട് ഒട്ടും ഓവറല്ലാത്ത തരത്തിൽ പുട്ടിയിട്ട പോലെ ഇരിക്കാതെ, കുമ്പളങ്ങ പോലെ ഇരിക്കാതെയൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് ടിപ്സാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു. അപ്പം അതിനു മുമ്പ് ഫസ്റ്റ് തന്നെ ഏത് മേക്കപ്പ് ചെയ്യാനിരുന്നാലും ഫസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നല്ല വെട്ടവും വെളിച്ചമുള്ള ഒരു മുറിയിൽ, ഒരു മിററിൻ്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കുക. അപ്പം വെട്ടവും വെളിച്ചവും ഇല്ലെങ്കിൽ നല്ല ലൈറ്റുള്ള മുറിയിലിരിക്കുക. അതായത് നമ്മുടെ തലയുടെ ബാക്കിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിലല്ല, നമ്മുടെ ഫേസിലേക്ക് ലൈറ്റ് അടിക്കുന്ന രീതിയിൽ തന്നെ ലൈറ്റ് വരത്തക്ക വിധത്തിൽ ഇരുന്നാലാണ് കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ നിന്നൊരു ഓഫ് കോഴ്സ് നമ്മളൊരു റൂമിൽ വെച്ചായിരിക്കുമല്ലോ മേക്കപ്പ് ചെയ്യുന്നത്. പ്രോപ്പർലി ലൈറ്റിംഗ് ഇല്ലാത്ത ഒരു മുറിയിൽ ഇരുന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെളിയിൽ പോകുമ്പം നമുക്ക് എന്തായാലും അത് ഇച്ചിരി ഓവറായിട്ട് തോന്നും. കാരണം നമ്മൾ മുറിക്കുള്ളിൽ കാണുന്ന ആ ഒരു കളർ ആയിരിക്കില്ല നമ്മൾ ഡേ ലൈറ്റിൽ ഇറങ്ങുമ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ഒരു ലൈറ്റുള്ള ഒരു തരത്തിൽ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം അതാണ് ടിപ്പ് നമ്പർ 1. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ, ഓരോരുത്തരും ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ പകലാണ്, ഡേ ടൈമിലാണ് നമ്മുടെ ഫംഗ്ഷനെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീനും അപ്ലൈ ചെയ്യണം. അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസും ചെയ്തിട്ടുണ്ട്, സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ടിപ്പാണ്, ഇതുപോലെ ഒരു ഹെയർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഇത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ പ്രൈമറൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഈ ഹെയറിലേക്ക് അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറിലൊക്കെ ആ കളർ, ഒരു ഫൗണ്ടേഷൻ്റെ ആ ഒരു കളറൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മഹാവൃത്തികേടായിരിക്കും കാണാനായിട്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ആ ഹെയറൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ഇതുപോലെ ഉള്ള ഒരു ഹെയർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാൻഡോ എന്തെങ്കിലും തലയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് സെക്കൻഡ് ടിപ്പ്. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ എന്ന് പറയുന്നത് ഒരു ബേസ് കോട്ടാണ്. പിന്നെ നമ്മൾ ഈ മേക്കപ്പ് പ്രോഡക്ട്സിൽ നിന്ന് നമ്മുടെ ഫേസിനെ ഒരു ലെയർ പ്രൊട്ടക്ഷനും കൂടെ അത് കൊടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഓപ്പൺ പോഴ്സ് ഉണ്ടല്ലോ, നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ട്രോബെറിയുടെ പോലെ ഇങ്ങനെ കുറച്ച് ഓപ്പൺ പോഴ്സ് ഉണ്ടാവും. എല്ലാവരുടെയും സ്കിന്നിൽ ഉണ്ടാവണം എന്നില്ല, ഉള്ളവരുണ്ട്. ഇത് കൂടുതലുള്ളവരും ഉണ്ട്, കുറവുള്ളവരും ഉണ്ട്. എൻ്റെ സ്കിന്നിലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ഈ ഓപ്പൺ പോഴ്സ് ഒക്കെ ഒന്ന് അടയാനായിട്ടും ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു ബേസ് കോട്ട് കൊടുക്കും. ഞാൻ യൂഷ്വലി പ്രൈമർ അപ്ലൈ ചെയ്യാറില്ല, അതുകൊണ്ട് പ്രൈമർ ഒരു നെസസിറ്റി ഒന്നുമല്ല ബിഗിനേഴ്സിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ പല തരത്തിലുള്ള ഫൗണ്ടേഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം. ലിക്വിഡ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം, അതുപോലെ മൂസ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം,
അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ, ഇഷ്ടമുള്ള ബ്രാൻഡ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ എക്സ്ട്രാ ഓർഡിനറി മൂസ് ഫൗണ്ടേഷൻ ആണ്. ഇതൊരു ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് കവറേജ് ഇല്ല. കവറേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ പാടുകൾ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവറായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഫുൾ കവറേജ് ഉള്ള ഫൗണ്ടേഷൻ നമ്മൾ ഉപയോഗിക്കണം. അപ്പം ഫുൾ കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്രയും ക്ലിയർ ആയിട്ട് ഫുൾ നമുക്ക് നമ്മുടെ കുത്തും കോമയും പാടും എല്ലാം കാണാതിരിക്കാനായിട്ട്, ഹൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിന് അങ്ങനെ ഫുൾ കവറേജ് ഇല്ല, ഒരു മിനിമം കവറേജേ ഉള്ളൂ. അപ്പം എനിക്കത് മതി. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുഖത്ത് പാടില്ലാത്തത് കൊണ്ടല്ല, എനിക്കത് ഓക്കെ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഒരുപാട് മുഖക്കുരു വന്ന കറുത്ത പാടുകളും അതുപോലെ വേറെ ഡാർക്ക് കളർ മെലാസ്മ ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലർ ഉപയോഗിക്കാം. കൺസീലർ അപ്ലൈ ചെയ്യേണ്ടതും ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ കയ്യിൽ കൺസീലർ ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഫൗണ്ടേഷൻ വെച്ച് തന്നെ ഹൗ ടു അപ്ലൈ കൺസീലർ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം അതിന് മുമ്പ് നമുക്ക് ബേസിക്കായിട്ട് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസീലർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് അനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ കടയിൽ പോയിട്ട് തന്നെ ഫസ്റ്റ് മേടിക്കുക. പിന്നെ നമുക്ക് ആ ഷെയ്ഡ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനോ എങ്ങനെ വേണമെങ്കിലും മേടിക്കാം. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഒരിക്കലും നമ്മൾ കയ്യിൽ, സാധാരണ നമ്മുടെ കൈയുടെ ഇവിടെ ഒന്ന് നോക്കിയിട്ട് തേച്ച് നോക്കിയിട്ടൊക്കെ മേടിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫേസിനും നമ്മുടെ ഈ ഹാൻഡ്സിനും ഒത്തിരി ആൾക്കാർക്ക്, മെജോറിറ്റി ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഇണങ്ങുന്ന സാധനം ചിലപ്പോൾ ഫേസിൽ ഇണങ്ങണം എന്ന് ഇല്ല. അപ്പോൾ ബെറ്റർ നമുക്ക് ചേരുവോ എന്ന് നോക്കാനായിട്ട് ഇവിടെയൊക്കെയാണ്, ഈ ചെവിയുടെ ബാക്കിൽ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ പയ്യെ നമ്മൾ കുറച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളറ് മാച്ച് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഫൗണ്ടേഷൻ നമ്മൾ കടയിൽ മേടിക്കാൻ പോകുമ്പം നമ്മൾ ഇങ്ങനെ ഒരു ഡ്രോപ്പ് എടുത്തു, അവരിവിടെ ഒന്ന് തൊട്ടു, അവരിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് തരും. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് തരുമ്പോൾ നമ്മൾ അന്നേരം തന്നെ നമുക്ക് ഓക്കെ ആണോ അല്ലയോ എന്ന് പെട്ടെന്ന് ഡിസിഷൻ എടുക്കരുത്. ഒരു 10 മിനിറ്റ്സ് കൊടുക്കുക. വേണമെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ. ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ച്, ഷോപ്പിംഗ് മാളിലാണെങ്കിൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വന്നിട്ട് നമ്മൾ ആ കഴുത്തിൽ പുരട്ടിയിരിക്കുന്ന ഫൗണ്ടേഷൻ ഒന്നും കൂടെ നോക്കണം. കാരണം ചില ഫൗണ്ടേഷൻസ് ഓക്സിഡൈസ് ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പം അത് ഓക്സിഡൈസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാ ഫൗണ്ടേഷനും അല്ല, ചില ഫൗണ്ടേഷൻ. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴും നമ്മുടെ ഷെയ്ഡ് അത് തന്നെയാണ് എന്ന് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷെയ്ഡ് മേടിക്കാം. കൺസീലറിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റ് ഷെയ്ഡുള്ള ഫൗണ്ടേഷൻ അങ്ങനെ മേടിച്ചു. ഇനി കറക്റ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ, ഇപ്പം ഒരു ഫൗണ്ടേഷൻ മേടിച്ച് ഒരു വീട്ടിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. കാരണം ചിലപ്പം എല്ലാവർക്കും ഒരേ കളറാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിലപ്പം ഷെയ്ഡ് അനുസരിച്ചിട്ട് ഷെയ്ഡ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് ഒരു തരത്തിലും നമുക്ക് അത് ഭംഗിയുണ്ടാവില്ല, മാച്ച് ആവില്ല, ഒരു നാച്ചുറൽ ലുക്ക് തരില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഷെയ്ഡ് തന്നെ മേടിക്കാം. ഇനി നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട്, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാധനം ഇതാണ്. ഇത് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇതാണ് ബ്യൂട്ടി ബ്ലെൻഡർ. ബേസിക്കലി ഇതൊരു സ്പോഞ്ചാണ്. ഇതിന് ഇത്രയും വലിപ്പമില്ല, ഞാനിത് വെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതും അതിൻ്റെ തന്നെ ചെറിയൊരു സ്പോഞ്ചാണ് കേട്ടോ, ബ്യൂട്ടി ബ്ലെൻഡറാണ്. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നനച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്, വെറ്റാക്കിയിട്ട് വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് ആ കിട്ടുന്ന പരുവത്തിൽ തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലെൻഡ് ആവില്ല. ഇത് നന്നായിട്ട് വെറ്റാക്കണം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ നന്നായിട്ട് നനച്ചിട്ട് അതേ നോക്കിക്ക് ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അതിൽ നിന്ന് വരണം. കണ്ടോ, ഇത്രയും വെള്ളമുണ്ട് അതിനകത്ത്. അപ്പം ഇത്രയും ഒരു വെറ്റ്നെസ് അതിനുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഈസിലി ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിഗിനേഴ്സിന് എപ്പോഴും മേക്കപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബ്യൂട്ടി ബ്ലെൻഡറാണ്.
അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചും ബ്രഷസ് വെച്ചും ഒക്കെ ചെയ്യാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ. ഇനി നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഫൗണ്ടേഷൻ, ഇതിപ്പം മൂസ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, ചില ആൾക്കാർ ഫൗണ്ടേഷൻ ഇങ്ങനെ കയ്യിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ 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 പരത്തുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ആക്ച്വലി അതിന് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറച്ച് പ്രോഡക്റ്റ് വേസ്റ്റ് ആവും. ഇത് നമ്മൾ കയ്യിൽ നിന്ന് എന്തോരം എടുത്താലും ഇത് കയ്യിൽ കുറച്ച് വേസ്റ്റ് ആവും. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് മുഖത്ത് പുരട്ടാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. ലിക്വിഡ് ഫൗണ്ടേഷനൊക്കെ ആവുമ്പം ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് മുഖത്ത് പുരട്ടാൻ പറ്റിയെന്ന് വരില്ല, ഇങ്ങനെ കയ്യിൽ ഇട്ടിട്ടാണ് പുരട്ടാൻ പറ്റുള്ളൂ. പക്ഷെ മൂസ് ഫൗണ്ടേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മുഖത്ത് കുത്തു 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 ഇട്ട് കൊടുക്കുവാണ് നല്ലത്. ഇനിയും ചില ഫൗണ്ടേഷൻസ് ചിലപ്പോൾ നമ്മുടെ കറക്റ്റ് കളർ കിട്ടാനായിട്ട് 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കയ്യിൽ ഇതുപോലെ കയ്യിലോ അല്ലെങ്കിൽ ഒരു പാലറ്റിലോ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഞാനിത് എന്തായാലും ഇനി കൺസീലർ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് കൺസീലർ അല്ല, ഫൗണ്ടേഷൻ ആണ്. സ്റ്റിൽ നമുക്ക് ഫൗണ്ടേഷൻ വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഇത് കൺസീലർ ആണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ആ ഡാർക്ക് സർക്കിൾസ് ഉള്ള പോർഷനിൽ മാത്രം അതിങ്ങനെ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ കുത്തി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കളർ കറക്റ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ബേസിക് ആയിട്ട് കൺസീലർ വെച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് കളർ കറക്റ്റേഴ്സും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പയ്യെ ഡാബ് ചെയ്ത് കൊടുക്കാം. എന്താ ഇതുപോലെ പയ്യെ ഡാബ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം കൈ വെച്ചിട്ട് അത് ഇതുപോലെ നമ്മൾ ഈ ഫൗണ്ടേഷനും അതുപോലെ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ക്രീം തേക്കുന്ന പോലെ ഇങ്ങനെ 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 തേക്കരുത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി നമുക്ക് നമ്മുടെ ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ ചെറിയ ഒരു ബ്ലെൻഡറിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ യൂസ് എവിടെയാണ്? നമ്മുടെ കണ്ണിൻ്റെ എവിടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ ഒരു മിററിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്, അതാണ് ക്യാമറയിലേക്ക് നോക്കാത്ത, എനിക്ക് കാണാനായിട്ട് പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഡാബ് ചെയ്ത്, അപ്പം ഇതുപോലത്തെ പോയിന്റഡ് എൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആ കണ്ണിൻ്റെ എഡ്ജിലും എല്ലാം നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ബ്യൂട്ടി ബ്ലെൻഡർ നന്നായിട്ട് വെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ബ്യൂട്ടി ബ്ലെൻഡർ ഇതുപോലെ വെച്ച്, നമ്മൾ ഫൗണ്ടേഷൻ ഇതുപോലെയല്ല തേക്കേണ്ടത്, ഇങ്ങനെ തേക്കരുത് ഒരിക്കലും, ഇങ്ങനെയല്ല. ടാബ് ചെയ്ത് ഇങ്ങനെ പയ്യെ ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ അങ്ങനെ തന്നെ ചെയ്താലാണ് ഭംഗിയാവുള്ളൂ. അപ്പം ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ആദ്യം ഫുൾ ഫേസിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ ഫേസിൽ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഡോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബ്ലെൻഡർ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ണടച്ചിട്ട് കണ്ണിൻ്റെ മുകളിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സമാധാനമായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം, കാരണം നമ്മുടെ ഹെയറിലേക്ക് കയറി പോകില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്, ഹെയർ ബാൻഡ് വെച്ചേക്കുന്ന കാരണം. ഹെയർ ബാൻഡ് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ തലമുടിയിലൊക്കെ പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പം കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതായതുകൊണ്ട് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. കഴുത്തില്, ചെവിയില്, ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവട്ടോ. നമ്മൾ കൈ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ഒന്നും ചെയ്യുന്നതിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലെൻഡ് ആയി കിട്ടും. വളരെ നാച്ചുറൽ ലുക്കും ആയി കിട്ടും കേട്ടോ. ഒട്ടും ഓവർ ഇല്ലാത്ത തരത്തിൽ ആയി കിട്ടും.
ഞാൻ നോക്കിക്കേ, ഒട്ടും ഓവറില്ലാതെ എല്ലാം നല്ല കറക്റ്റ് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. വളരെ നാച്ചുറൽ ലുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ബ്ലെൻഡേഴ്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അവിടെയൊക്കെ വീണ്ടും ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഡൺ. ഇനി 30, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം നമ്മൾ ഈ ഫൗണ്ടേഷൻ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വെള്ള ഭിത്തിമ പെയിന്റ് അടിച്ച് വെച്ച പോലെ മാത്രം ഇരിക്കും കേട്ടോ. അപ്പം ഒരൊറ്റ കളറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മേക്കപ്പിന് ഒരു കംപ്ലീറ്റ്നെസ് കിട്ടില്ല. നമുക്ക് കുറച്ച് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യണം. കളേഴ്സ് മുഖത്ത് ആഡ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെല്ലാം സെയിം കളേഴ്സ് അല്ലല്ലോ, ഒരു ഡിഫറൻസ് വേണം, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡിഫറൻസ് വേണം. അതിനാണ് നമ്മൾ കോണ്ടോറിങ്ങും ബ്ലഷസും ഒക്കെ ഉപയോഗിക്കുന്നത്, ബ്ലഷൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ബ്ലഷ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. ബ്ലഷ് ചെയ്യുമ്പോൾ ബ്ലഷ് വെച്ചിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. അപ്പോൾ ഞാൻ മൊത്തത്തിൽ മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്കിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് ഞാനൊരു നയൻതാര ഇൻസ്പയർഡ് ലുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഷോർട്സും എൻ്റെ ചാനലിലുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്